ആണായാലും പെണ്ണായാലും കള്ളിയും പുള്ളിയുമുള്ള മുസല്ലയിൽ നിസ്കരിക്കൽ നല്ലതല്ലെന്ന്. ഇപ്പം മിക്ക പള്ളികളിലും നമ്മുടെ വീടുകളിലും മുസല്ലകളൊക്കെ കള്ളിയോ പുള്ളിയോ ഉള്ളതാണ്. ഞാൻ ഉള്ളത് വലിച്ചൊഴിവാക്കണം എന്നല്ല പറഞ്ഞത്. പരമാവധി സാധിക്കുമെങ്കിൽ പള്ളി കമ്മിറ്റിക്കാരും ഉസ്താദുമാരും വീട്ടുകാരും ഒക്കെ ശ്രദ്ധിക്കേണ്ടത് കള്ളികളോ പുള്ളികളോ ചിത്രങ്ങളോ ഇല്ലാത്ത മുസല്ലകളും അതുപോലെ തന്നെ കാർപ്പറ്റുകളുമാണ് നാം തിരഞ്ഞെടുക്കേണ്ടത്. ഭംഗി കുറച്ച് കുറഞ്ഞോട്ടെ, അല്ലെങ്കിൽ കറാഹത്ത് വരും. ബഹുമാനപ്പെട്ട ഫത്തുൽ മുഈനിൽ തന്നെ കാണാം, കള്ളി പുള്ളിയുള്ള വസ്ത്രം ധരിച്ച് നിസ്കരിക്കലും വിരിച്ച് നിസ്കരിക്കലും അതിൽ മുന്നിലുണ്ടാകുമ്പം അതിലേക്ക് നിസ്കരിക്കലും ഒക്കെ കറാഹത്താണ്. അത് എൻ്റെ ശ്രദ്ധ അങ്ങോട്ട് പോകൂലല്ലോ എന്ന വാദം ശരിയല്ല, അത് ഹമാക്കത്താണ്. കാരണം ലോകത്ത് മുത്തഖിങ്ങളുടെ സയ്യിദായ അഷ്റഫുൽ ഖൽഖ് മുത്ത് മുസ്തഫ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ ചിത്രവും പുള്ളിയുമുള്ള വിരിപ്പ് മുന്നിൽ വന്നപ്പം അത് എന്നെപ്പോലും വിഷമമുണ്ടാക്കി എന്ന് പറഞ്ഞ് ഒഴിവാക്കാൻ പറഞ്ഞത് സ്വഹീഹുൽ ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീത്താണ്. അതുകൊണ്ട് നമ്മുടെ പള്ളികളായാലും മറ്റും അത് കഅബയുടെ ഫോട്ടമല്ലേ, റൗളയുടെ ഫോട്ടമല്ലേ, അതൊന്നും അത്ര നല്ലതല്ല. ഏത് ഫോട്ടോ ആണെങ്കിലും കഅബൻ്റെയും റൗളൻ്റെയും ഫോട്ടത്തിൽ ചവിട്ടി നിസ്കരിക്കുക എന്ന് പറഞ്ഞൊന്നും പുണ്യമല്ലല്ലോ. അതുകൊണ്ട് ഏത് ചിത്രമാണെങ്കിലും വരകളോ കള്ളികളോ ചിത്രങ്ങളോ ഉള്ള മുസല്ലയോ കാർപ്പറ്റുകളോ അതത്ര നല്ലതല്ല, കറാഹത്ത് വരുമെന്ന് ഫത്തുൽ മുഈനും തുയ്ഫിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ചിത്രങ്ങളും പുള്ളികളും ഇല്ലാത്ത കളർ ഏതി ആയിക്കോട്ടെ സാധാ ഫ്രീ ആയ മുസല്ലയോ വിരിപ്പോ കാർപ്പറ്റോ ആണ് നിസ്കരിക്കാൻ നല്ലത്. അത് പ്രത്യേകം ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്.